ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തഖ്വ വർദ്ധിപ്പിച്ചു നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നിത്യജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി നമ്മൾ നിർവഹിക്കേണ്ടുന്ന ധാരാളക്കണക്കിന് ദിക്റുകളും ദുആകളും അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങളിൽ അവയെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് നിർവഹിക്കുന്ന ആളുകൾ മഹാഭാഗ്യവാന്മാരായി ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ഏതു പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അവരുടേതായ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലുമൊക്കെ അവർക്കെപ്പോഴും തുണയും കരുത്തുമായി മാറുന്നത് അള്ളാഹുവിനെ ഓർക്കേണ്ട വിധത്തിൽ ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഓർക്കാൻ അവൻ പറഞ്ഞിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം ഓർക്കുന്നു എന്നതിലൂടെ തന്നെയാണ്. അതേ അവസരത്തിൽ അത്തരം ഘട്ടങ്ങളിൽ റബ്ബിനെ മറക്കുകയും നിരാശയുടെ പടുകുഴിയിലേക്ക് ആപതിക്കുകയും വേണ്ട ചിന്തകൾ മനസ്സിൽ കൂടുകൂട്ടുകയും റബ്ബല്ലാത്തവരിലേക്ക് തിരിയുകയും അന്ധവിശ്വാസങ്ങളുടെയും അതേപോലെ തന്നെ ദുരാചാരങ്ങളുടെയും മേഖലകളിലേക്ക് ചാഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ ഒരു കഷ്ടപ്പാടിൽ നിന്ന് മറ്റൊരു കഷ്ടപ്പാടിലേക്ക് മാറുകയും അവന്റെ കഷ്ടതകൾ തീരാതെ അവന് സഹിക്കവയ്യാതെ ഒരു വേള ആത്മഹത്യയിലേക്ക് അഭയം തേടുകയും ചെയ്യുന്ന ദുരന്തമാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നമുക്കെപ്പോഴും താങ്ങും തണലും നമ്മുടെ കരുത്തുമാണ് സർവശക്തനായ നമ്മുടെ റബ്ബ്. ആ റബ്ബിനെ കൊണ്ടല്ലാതെ എനിക്കൊരടി മുന്നോട്ട് പോകാനാവില്ല. എൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്തു തന്നെയാണെങ്കിലും ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. സുഖങ്ങൾ മാത്രമല്ലല്ലോ ജീവിതം, ദുഃഖങ്ങളും സുഖങ്ങളും മാറി മാറി വരും. രാവും പകലും മാറി മാറി വരുന്നത് പോലെ സന്തോഷവും സന്താപവും നമ്മുടെ ജീവിതത്തിൽ മാറി മാറി കടന്നു വരും. ഏറെ ഒരുപാട് വ്യത്യാസങ്ങൾക്ക് അടിമയാണ് മനുഷ്യൻ. അവന്റെ ജീവിതത്തിൽ ഓരോ മേഖലകൾ കടന്നു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമുക്ക് കരുത്തു പകരാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദിക്റിന്റെ കാര്യമാണ് ഇന്ന് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പഠിക്കാനും പറയാനും അതുപോലെ തന്നെ ആശയം ഗ്രഹിക്കുവാനുമൊക്കെ എളുപ്പമുള്ള ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിക്റാണത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും ഒരു യാത്രാവേളയിൽ ആ ഘട്ടത്തിൽ മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാൻ പ്രവാചകന്റെ പിന്നിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്ർ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ അതിന് പ്രോത്സാഹിപ്പിക്കുന്ന നിലക്ക് എന്നോട് അബൂ മൂസയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അലാ അദുല്ലുക്, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ, അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗീയ നിധികളിൽപ്പെട്ട ഒരു നിധി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിധി എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യന്റെ നീക്കിയിരിപ്പ് സ്വത്തിനാ നിധി എന്ന് പറയാ. അതേപോലെ തന്നെ സ്വർഗത്തിലെ നിധി എന്ന് പറയുമ്പോഴോ മനുഷ്യന്റെ മറ്റു മുതലുകളൊക്കെ അതൊക്കെ കട്ടുകൊണ്ട് പോകുവാനും അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോകുവാനും ഏതെല്ലാം വിധത്തിൽ നാശങ്ങൾക്ക് വിധേയമാകുവാനും ഒക്കെ ചാൻസുകളുണ്ട്. സ്വർഗീയ നിധിക്കത് ബാധിക്കുകയില്ല. അതവിടെ എന്നും നമുക്കായി കാത്തിരിക്കുകയാണ്. ആ ഗണത്തിലാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തരുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, അക്സിർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ നീ അധികരിപ്പിച്ചോളൂ അബൂ ഹുറൈറ. ഇസ്ലാമിന്റെ പ്രവാചകൻ ലോകത്തോട് പറയുക തന്നെയാണത്. വല്ലാത്തൊരു ഗാംഭീര്യമുള്ള വാക്കാണത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഹൗൽ എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റമാണ്. ആ മാറ്റത്തിന് ആവശ്യമായ നിലക്കുള്ള പവറും സ്ട്രോങ്ങും ശക്തിയുമാണ് ഖുവത്ത് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാലും, എത്ര വലിയ സമ്പന്നനാണെങ്കിലും, എത്ര വലിയ അധികാരിയാണെങ്കിലും, സ്വാധീനമുള്ളവനാണെങ്കിലും ഒരാൾക്കും അത് വില കൊടുത്തു വാങ്ങാനാകുന്നതല്ല.
റഹ്മാനായ റബ്ബിനെ കൊണ്ടല്ലാതെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് നമ്മെ മാറ്റാനാവില്ല. മാറാൻ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക്, അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക്, അസമാധാനത്തിൽ നിന്ന് സമാധാനത്തിലേക്ക്, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്, മനുഷ്യന്റെ അധാർമിക പ്രവണതകളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് ധാർമ്മികതയിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അവിശ്വാസത്തിൽ നിന്ന് യഥാർത്ഥ വിശ്വാസത്തിലേക്ക്. ഇതൊക്കെ മനുഷ്യന് ചേഞ്ച് ആവശ്യമുള്ള മേഖലകളാണ്. ആ ചേഞ്ചിനൊന്നും ലോകത്തൊരാൾ വിചാരിച്ചാലും നടക്കൂല. അത് റബ്ബിനെ കൊണ്ടേ പറ്റൂ. അതുകൊണ്ട് അതിനുള്ള ഖുവത്തോ ശക്തിയോ പവറോ ഇല്ലാ ബില്ലാഹ്, അല്ലാഹു തന്നാലല്ലാതെ ഇല്ല. റബ്ബിനെ കൊണ്ടല്ലാതെ പറഞ്ഞേ പറ്റൂ. എന്റെ റബ്ബിലേക്ക് എല്ലാം ഏൽപ്പിക്കുവാനുള്ള സുദൃഢമായ തൗഹീദിന്റെ, തവക്കുലിന്റെ, സമർപ്പണന്റെ കൃത്യവും വ്യക്തവുമായ ഒരാൾക്കും നമ്മെ സഹായിക്കാനാവില്ല. നമ്മെ ആ നിലക്ക് സഹായിക്കുവാൻ ആത്യന്തികമായി റഹ്മാനായ റബ്ബിനെ കൊണ്ടല്ലാതെ പറ്റില്ല. തൗഹീദിന്റെ അത്യുജ്വലമായ ആ പ്രഖ്യാപനത്തെ വെട്ടിത്തിളങ്ങുന്ന വിധത്തിൽ വിശ്വാസിയുടെ മനസ്സിൽ നിലനിർത്തി തരുന്ന ഏറ്റവും തങ്കമായ ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് പറയുന്നവന് ടെൻഷന്റെ ആവശ്യമില്ല, അത് പറയുന്നവന് നിരാശയില്ല, അത് പറയുന്നവന് ഡിപ്രഷൻ ഇല്ല, അത് പറയുന്നവന് മൂഡ് ഓഫ് ആകുന്ന ഘട്ടമില്ല. എന്താ കാരണം? അവനെല്ലാം ഏൽപ്പിക്കുന്നത് ആ റബ്ബിലാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ അഹ്വാലുകൾ, നമ്മുടെ അവസ്ഥകളൊന്നും എപ്പോഴും ഒരേ നിലക്കല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന വിധത്തിലായിരിക്കില്ല. അതൊക്കെ മാറാൻ, നമുക്കൊന്ന് തിന്മയിൽ നിന്ന് മാറി നന്മ ചെയ്യാൻ, ഒരു ഇബാദത്ത് ചെയ്യാൻ, ഏതൊരു വിഷയത്തിലും എല്ലാ കാര്യത്തിലും അല്ലാഹുവിന്റെ സഹായമില്ലാതെ പറ്റില്ല എന്ന് നമ്മെ കൊണ്ട് ആവർത്തിച്ച് വിവിധ ഘട്ടങ്ങളിൽ പറയിപ്പിക്കുന്ന ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അഹബ്ബുൽ കലാമി ഇലല്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളിൽപ്പെട്ട ഒരു വാക്കാണ് സുബ്ഹാനല്ലാഹ്. ലാ ശരീക ലഹ്, ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ആ ആശയം നമ്മുടെ മനസ്സിലുണ്ടാകണം. എപ്പോഴെല്ലാം പറയാൻ ഇത് പഠിപ്പിച്ചു നമ്മളോട്. നമുക്കൊരു നിഅമത്ത് കിട്ടുമ്പോ ആ നിഅമത്ത് കിട്ടുമ്പോ നെകളിപ്പല്ല വേണ്ടത്, അഹങ്കാരമല്ല വേണ്ടത്. എനിക്കൊരു നല്ല അവസ്ഥ എനിക്ക് എന്റെ റബ്ബ് തരുമ്പോ ഞാനതിന്റെ എന്റെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം അതെനിക്ക് കിട്ടിയ കേന്ദ്രത്തെ മറന്നു കളയരുത്. ഇന്നത്തെ ലോകത്തിന്റെ സ്ഥിതി അതാണ്. നല്ലൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ കഴിഞ്ഞ കാലങ്ങൾ മറന്നു പോകുന്നു, അവൻ ജീവിച്ചു വന്ന വഴികളെല്ലാം മറന്നു പോകുന്നു. വന്ന വഴികളൊക്കെ മറന്ന് അഹങ്കാരത്തിന്റെ ഗരിമയിൽ കയറിയിട്ടാണ് പിന്നെ അവന്റെ നടപ്പും ഇരിപ്പും സംസാരവും ഒക്കെ. മറന്നു പോകരുത് മനുഷ്യ, തന്നവൻ റബ്ബാണ്. വളരെ വ്യക്തമായി ഇന്നും നമ്മൾ പാരായണം ചെയ്തിട്ടുള്ള സൂറത്തുൽ കഹ്ഫിൽ ഒരു തോട്ടക്കാരന്റെ കഥ പറയുന്നില്ലേ? അയാൾക്ക് അല്ലാഹു കൊടുത്ത തോട്ടത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ട് നെകളിപ്പോടുകൂടി അയാള് ഇതൊക്കെ ഞാനാ, ഇതൊക്കെ എന്റെതാ, ഇതൊക്കെ എന്റെ പവറാ, എന്റെ കഴിവാ എന്നൊക്കെ പറഞ്ഞപ്പോ വിശ്വാസിയായ ഒരു മനുഷ്യൻ, ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അയാൾക്ക്. അയാൾ പറഞ്ഞു കൊടുത്ത വാചകമാണ് ഖുർആന പറയുന്നത്, വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എടോ, നിനക്ക് നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോ ഈ അഹങ്കാരത്തിന്റെ വാക്ക് പറയാതെ മാഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിക്കുന്നതാണല്ലോ എനിക്ക് കിട്ടുന്നത്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും പവറുമില്ലല്ലോ എന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നില്ലേ എന്ന് ഉപദേശിക്കുന്നുണ്ട് ആ സത്യവിശ്വാസിയായ കൂട്ടുകാരൻ. നോക്കണം സഹോദരങ്ങളെ, അനുഗ്രഹങ്ങൾ കൈവരുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അത് കിട്ടിയ സോഴ്സ് മറക്കരുതെന്ന ഗുണപാഠമാണ് നമുക്കതിലൂടെ അല്ലാഹു പകർന്നു തന്നിട്ടുള്ളത്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയുന്ന ദിക്റുണ്ടല്ലോ, ഹദീസുകളിൽ കാണാം. ആരെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനി ഹാദാ അത്അം വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, എന്റെ ഒരു കഴിവോ എന്റെ ഒരു പവറോ എന്റെ ഒരു ശക്തിയോ ഒന്നുമല്ല ഞാനിപ്പോ ഈ കഴിച്ച ഭക്ഷണത്തിന്റെ പിന്നിലുള്ളത്. ഇതൊക്കെ റബ്ബ എനിക്കത് കഴിക്കാൻ, അതെന്റെ ആമാശയത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ, ഇനി അത് ദഹിക്കാൻ, ഇനി അത് ദഹിച്ച് പുറത്തു പോകാൻ, എന്റെ ശരീരത്തിന് അത് ഉപകാരപ്പെടാൻ, ഉപദ്രവമില്ലാതിരിക്കാൻ, എന്തൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാകണം ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ, ഒരു ഭക്ഷണം കഴിച്ചാൽ, അതൊക്കെ ആരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആർക്കെങ്കിലും സാധിക്കോ? ഒരാൾക്കും കഴിയില്ല. ഓർമ്മ നിനക്ക് വേണം.
എന്റെ പവറല്ല, എന്റെ ശക്തിയല്ല എന്നൊരാൾ പറഞ്ഞാൽ അവന്റെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, ഇബാദത്തിന് വേണ്ടിയുള്ള വിളിയാളമാണ്. 5 നേരത്തെ നിസ്കാരത്തിന് വേണ്ടി ഹയ്യ അലസ്സലാ, നിസ്കാരത്തിന് വരൂ, വിജയത്തിന് വരൂ എന്ന വിളിയാളം കേൾക്കുമ്പോൾ നാം പഠിപ്പിക്കപ്പെട്ടത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എനിക്ക് നിസ്കരിക്കണമെങ്കിൽ, അതിന് പോകാൻ തോന്നണമെങ്കിൽ, ആ നിസ്കാരം ശരിയാകണമെങ്കിൽ, അത് റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യത കിട്ടുന്ന വിധത്തിൽ നിർവഹിക്കാനാവണമെങ്കിൽ അതിനുള്ള തൗഫീഖ് എന്റെ റബ്ബ് തന്നേ മതിയാകൂ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതേപോലെ തന്നെ നമ്മുടെ ദുആകളുടെ പ്രാരംഭത്തിൽ അത് പറയുന്നത് നന്മയുടെ കവാടങ്ങൾ നമുക്ക് തുറന്നു കിട്ടുവാൻ കാരണമാണെന്ന് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രത്യേകമായ കാര്യത്തിന്റെ മഹത്വങ്ങൾ ധാരാളം ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടുമ്പോ, കാരുണ്യത്തിന് തേടുമ്പോ, ഹിദായത്തിന് വേണ്ടി തേടുമ്പോ, റിസ്ഖിന് വേണ്ടി തേടുമ്പോ അതിന്റെയൊക്കെ മുന്നോടിയായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള നിലക്ക് റബ്ബിനെ പുകഴ്ത്തി പറയുന്നത് ആ നന്മയുടെ കവാടങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ മലർക്കെ തുറന്ന് വെക്കപ്പെടുവാൻ ഏറ്റവും കാരണമായി മാറുന്ന ഒരു സംഗതിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണുവാൻ സാധിക്കും. എത്തിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന ആ വേളയിലും നമ്മൾ പറയാൻ പഠിപ്പിക്കപ്പെട്ടത് എന്താണ്? ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് ഇതാ ഇറങ്ങുകയാണ്, ഇത് പറഞ്ഞുകൊണ്ട്, ഏത്? ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ യുഖാലു ലഹു, അവനോട് പറയപ്പെടുന്നതാണ്, കുഫീത വവുഖീത, നിന്റെ എല്ലാ ദുന്യവിയും ഉഖറവിയുമായ പ്രശ്നങ്ങൾക്ക് നീ മനക്ലേശം ഒരിക്കലും നിന്നെ പിടികൂടാതെ നീ അതിന് പരിഹാരം നേടിക്കഴിഞ്ഞു. അതേപോലെ തന്നെ വവുഖീത, നീ എല്ലാവിധത്തിലുള്ള ശല്യങ്ങളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും നിനക്ക് കാവൽ ലഭിക്കപ്പെട്ട് കഴിഞ്ഞു എന്നിങ്ങനെ വിളിച്ചു പറയപ്പെടും. മാത്രമല്ല വതനഹാ അൻഹു ശൈത്താൻ, നമ്മുടെ കൂടെ ഇങ്ങനെ സദാ വസ്വാസുണ്ടാക്കി നമ്മിൽ വേണ്ടാത്ത ചിന്തകളെ കൊണ്ടുവരാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ചെകുത്താൻ നമ്മളിൽ നിന്ന് വിട്ട് മാറി അകന്നു പോകും. ഇനി ഇവന്റെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല. ഇവൻ കാവൽ നേടിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയവനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കാറുണ്ടോ നമ്മൾ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ദിക്ർ പതിവാക്കാറുണ്ടോ? നമ്മൾ ആശയം ചിന്തിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അത് പതിവാക്കുക. ഇതൊക്കെ നമുക്കുള്ള കരുത്തും കാവലുമാണ്. ലോകത്ത് ആത്മഹത്യകൾ ദിനേന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞത് ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് മനുഷ്യ മനസ്സുകൾ ആകെ ഡിപ്രഷനിലേക്ക്, അതേപോലെ തന്നെ എല്ലാ നിലക്കുമുള്ള വേദനകളിലേക്ക്, അസഹ്യതയിലേക്ക് മനുഷ്യന്റെ മനസ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുമ്പോൾ അവസാനം ആ വിഡ്ഢി, അവന്റെ വിഡ്ഢിത്തം ചെകുത്താൻ ഓതിക്കൊടുക്കുന്നത് കൊണ്ട് അവനോട് പറയണം, വേഗാണ് ജീവൻ കളഞ്ഞളാൻ, എരിതിയിൽ നിന്ന്, അതല്ലെങ്കിൽ ഒരു പ്രയാസത്തിൽ നിന്ന് കടുത്ത അതിനേക്കാൾ പ്രയാസത്തിലേക്കാണ് ഞാൻ ചാടുന്നത്, ഞാൻ പോകുന്നത് എന്ന ചിന്ത ആ സമയത്ത് മനുഷ്യ മനസ്സിൽ നിന്ന് ചെകുത്താൻ ഊരിയെറിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ശൈത്താനിൽ നിന്ന് കാവൽ തേടുന്ന, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്ന ഏതേത് ദിക്റുകൾ ഉണ്ടെന്നറിയാമോ? നൂറുകണക്കിന്. ഇന്നത്തെ സംവിധാനങ്ങളിൽ ഒന്ന് മനസ്സ് വെച്ചാൽ അത് പഠിക്കാനും പകർത്താനും ചൊല്ലാനും അറിയാത്തവരാണോ നമ്മൾ? അല്ല, അലസത മാത്രമാണ് നമ്മുടെയൊക്കെ ആ മേഖലയിലെ നമ്മെ പിന്തിരിപ്പിക്കുന്ന ഏക ഘടകം. റബ്ബിനോട് കാവൽ തേടിക്കൊണ്ട് ഈ യഥാർത്ഥമായ പാതയിലേക്ക് മുന്നോട്ട് പോവുക. ഏത് ഘട്ടത്തിലും റബ്ബിന്റെ കാവലുണ്ടാകും. അവൻ സമാധാനം തരും, അവൻ ശാന്തി തരും. അള്ളാഹു നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ ദോഷങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് മോചനം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് പരിപൂർണമായും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.